friends, welcome back to our studio. നമ്മൾ ഇന്നൊരു പ്രത്യേക ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിന്റെ പേരാണ് ടേസ്റ്റി മസാല ചിക്കൻ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ 500 ഗ്രാം ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടെ 2 വലിയ പഴുത്ത തക്കാളി, പിന്നെ 2 വലിയ സവോള, പിന്നെ നമുക്ക് വഴറ്റുമ്പോൾ വേണ്ടതാണ് ഇതെല്ലാം. ഇത് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് കറുവാപ്പട്ട, സ്റ്റാർ അനീസിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം, ജാതിപത്രീൻ്റെ ഒരു കുഞ്ഞു കഷ്ണം, അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ഉപ്പ്, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും, പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റും. ഞാൻ 1/2 കഷ്ണം നാരങ്ങ എടുക്കുന്നുള്ളൂ. ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ട് 1/2 കഷ്ണം ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതിനകത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാല അല്പം ഇട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കാം. ഓക്കെ, നമ്മളിത് മൊത്തം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ ഒന്ന് എല്ലാം പിടിച്ചു വരാനായിട്ട്, മസാലയൊക്കെ പിടിച്ചു വരാനായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം ഓയിലി ആവുന്ന ഇഷ്ടമല്ല, ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. പോരാ. അപ്പോൾ നമുക്ക് ചിക്കൻ പയ്യെ അങ്ങ് എണ്ണയിലേക്ക് വെച്ചെടുക്കാം. സൂക്ഷിക്കണേ, ഇതൊരു മുതിർന്നത്തെ മുമ്പ് വെച്ച് ചെയ്താണ്. കുട്ടികൾ ചെയ്യുന്നത് അത്ര നല്ലതല്ല. നല്ല സുന്ദരനായിട്ട് നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ട്രിപ്പായിട്ടാണ് ഇടുന്നത്. ഇത്രയും ചിക്കൻ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ബാക്കി വന്നു. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഒന്ന് മൊഴിഞ്ഞ് വറുത്ത് വന്നതിന് ശേഷം ഇത് എടുത്ത് മാറ്റിയിട്ട് ഇതും ഇതിലേക്ക് സെക്കൻഡ് ട്രിപ്പായിട്ട് ഇടാം. അപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് തീ വെച്ചിട്ടുണ്ട്. നമുക്ക് വഴറ്റാനാണ്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇത്രയും വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പോൾ ഇത് ബ്രൗൺ കളറൊക്കെ വന്ന ഉടനെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ തീ കുറച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റുവാണ്. എണ്ണ ഇങ്ങനെ ഊറ്റി മാറ്റുവാണ്. നമുക്ക് ഇതിലേക്ക് അടുത്ത ട്രിപ്പ് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴന്നു വന്നു. നമുക്ക് തക്കാളി ഇട്ടൊന്ന് അഴിപ്പിച്ചെടുക്കാം. തക്കാളി ഓക്കെ, നമ്മളിത് നന്നായിട്ട് വഴന്നു വന്നു. നമുക്ക് തക്കാളി ഇട്ടൊന്ന് അഴിപ്പിച്ചെടുക്കാം. തക്കാളി നേരത്തേന് അതിന് ശേഷം വീണ്ടും മൂടി വെക്കുക. അങ്ങനെ ഈ പ്രോസസ്സ് കുറച്ച് നേരം ഇത് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരം മൂടി വെച്ചിട്ട് പിന്നെ വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും മൂടി വെക്കുക. കാരണം ഇത് പെട്ടെന്ന് അഴുത്ത് വരില്ല. തക്കാളി കുറച്ച് സമയം എടുത്ത് അഴുത്ത് വരും. അപ്പോൾ അഴുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് പറഞ്ഞിടാം. അപ്പോൾ നമ്മുടെ
തക്കാളിയൊക്കെ അലുത്ത് വന്നു. നമുക്ക് ചെറുതായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മസാല ഇടണം. ഓക്കെ, ഞാനതിപ്പം സ്പൈസസ് നേരത്തെ പറഞ്ഞില്ലേ, പട്ട അതെല്ലാം ഇട്ട് കൊടുത്തു. നമുക്ക് അതോടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയും എല്ലാം മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല പോരാന്ന് കണ്ടാൽ കുറച്ചുകൂടി ഇടുക. ഓക്കെ, ഞാൻ എൻ്റെ ആവശ്യത്തിന് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് തന്നെ നമ്മുടെ ചിക്കൻ ആയി വരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ട്രിപ്പ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പയ്യെ. ചിക്കൻ്റെ നെയ്യൊക്കെ ഒഴുകി ചേർന്ന് നല്ല രുചിയായിട്ടുണ്ട് അതിൻ്റെ ചേർത്തുള്ള. പിന്നെ ഈ ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് നെയ്യുള്ള ഭാഗം, ചിക്കൻ്റെ നെയ്യുള്ള ഭാഗം ഇടുന്നത് നല്ലതായിരിക്കും. വറുക്കുമ്പോൾ ആ നെയ്യുള്ള ഭാഗം ഒഴുകി ചേരുമ്പോൾ നല്ല രുചി വരും. ഒരു പ്രത്യേക രുചി വരും അതിന്. അപ്പോൾ അത് നല്ലതായിരിക്കും അങ്ങനെ ചിക്കൻ നെയ്യുള്ള ഭാഗം ഇടുന്നത്. ഞാൻ ഇതുള്ള ബോണുള്ളത് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ, ബോണുള്ളത് ഇടുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ ലെഗ് പീസും ചെസ്റ്റ് പീസും ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ അതൊക്കെ നല്ലതാണ്. ഇപ്പോൾ കറിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കറിയൊക്കെ എടുക്കുമ്പോഴും ബിരിയാണിക്കും നമുക്കിങ്ങനെ ഇടാം. ബിരിയാണിക്ക് റൈസിൻ്റെ കൂടെ നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല രുചിയാണ് സംഭവത്തിന്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. സെക്കൻഡത്തെ ട്രിപ്പ് ആയി വരുവാണ്. സെക്കൻഡത്തെ ട്രിപ്പ് ആയതിനു ശേഷം നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ചിക്കൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഇടാം. ഓക്കെ, കൈ നമുക്കൊന്ന് ചെറുതായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നന്നായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇത് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി മസാല ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ മറ്റു വീഡിയോകളും, ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോകളും ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.